ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. 2024 അഗ്നിവീർ എക്സാം എഴുതി കഴിഞ്ഞ എല്ലാ കുട്ടികളുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് കോമൺ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്, എക്സാമിന്റെ റിസൾട്ട് എന്നാണ് വരുന്നത്, ഫിസിക്കൽ ടെസ്റ്റ് എപ്പോഴാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ. കുട്ടികളെ, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. A to Z കാര്യങ്ങൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. 2023 എക്സാമിന്റെ ഡേറ്റും ഫിസിക്കലിന്റെ ഡേറ്റും എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. അതുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ 2024 എക്സാമിന്റെ അനലൈസിസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലും. കാരണം മിക്ക കുട്ടികളും കൺഫ്യൂസിലാണ്. എക്സാം കഴിഞ്ഞിട്ട് ഫിസിക്കൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, എത്ര സമയമാണ് ലഭിക്കുന്നത് ഫിസിക്കലിന്, ഈ കാര്യങ്ങളൊക്കെ എല്ലാ കുട്ടികൾക്കും ഈ ഒരു അറിവ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ്. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. ആദ്യമായിട്ടൊക്കെ അഗ്നിവീറിന്റെ എക്സാം എഴുതുന്ന കുട്ടികളുടെ മനസ്സിലുള്ള ഒരു ഡൗട്ടാണ് എക്സാം റിസൾട്ട് എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്. കുട്ടികളെ, നിങ്ങളുടെ എക്സാം റിസൾട്ട് ചെക്ക് ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ്. നിങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് CEE റിസൾട്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഇവിടെ ഷോർട്ട് ലിസ്റ്റ് വരുന്നതായിരിക്കും. ഇത് 2023 2024 ഇനി വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കോമൺ എൻട്രൻസ് എക്സാമിന്റെ റിസൾട്ട് ചെക്ക് ചെയ്യുന്നത്. കുട്ടികളെ, അപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ കുട്ടികളുടെ മനസ്സിലുള്ള രണ്ടാമത്തെ ഡൗട്ടാണ് എക്സാം റിസൾട്ട് എപ്പോൾ വരും. മൂന്നാമത്തെ ഡൗട്ടാണ് ഫിസിക്കൽ ടെസ്റ്റ് എപ്പോൾ വരും. കുട്ടികളെ, നമുക്ക് അതിൻ്റെ മെയിൻ കൺസെപ്റ്റിലോട്ട് പോകുന്നതിന് മുമ്പ് 2023 എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് എപ്പോഴാണ് വന്നത്, ഫിസിക്കൽ ടെസ്റ്റ് എപ്പോഴാണ് നടന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും 2024 എപ്പോഴാണ് വരാൻ പോകുന്നതെന്ന്. അതേ രീതിയിൽ തന്നെയായിരിക്കും ഈ തവണയും എക്സാം റിസൾട്ടിൻ്റെ അപ്ഡേറ്റും ഫിസിക്കൽ ഡേറ്റിൻ്റെ അപ്ഡേറ്റും വരാൻ പോകുന്നത് കുട്ടികളെ. അതുപോലെ തന്നെ അഗ്നിവീർ എക്സാം എഴുതിയ എല്ലാ കുട്ടികളും മനസ്സിലുള്ള വേറൊരു ഡൗട്ടായിരിക്കും ഒരു സേഫ് സ്കോർ എത്രയാണ് ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അത് റിലേറ്റഡ് വീഡിയോസ് ആഗ്രഹമുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഡെഫിനറ്റ്ലി ഞാൻ ഉടനെ തന്നെ ആ ഒരു സേഫ് സ്കോർ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ നിങ്ങളുടെ കമൻസിൻ്റെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ട്. കൂടുതൽ കുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു വീഡിയോ റെഡിയാക്കിയാൽ മതിയല്ലോ. ഡെഫിനറ്റ്ലി നമ്മൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കുന്നതായിരിക്കും. ഒന്ന് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം എല്ലാ കുട്ടികളും. കുട്ടികളെ, അപ്പോൾ നോക്കാം നമുക്ക് 2023 എക്സാമിൻ്റെ അപ്ഡേറ്റ് എന്തായിരുന്നു എന്ന്. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് 2023 എക്സാം നടന്നത് കുട്ടികളെ ഏപ്രിൽ 17 അതായത് 2023 ഏപ്രിൽ 17 എക്സാം സ്റ്റാർട്ട് ആയത്. ഇനി എക്സാമിൻ്റെ റിസൾട്ട് വന്ന എപ്പോഴാണ്? മെയ് 20 എന്നാണ് കുട്ടികളെ. മെയ് 20 എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. അപ്പോൾ ഇവിടെ തന്നെ അറൗണ്ട്ലി ഒരു 30 ദിവസത്തിനുള്ളിൽ എന്താണ് നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. എക്സാം സ്റ്റാർട്ടായ അന്ന് മുതൽ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി എത്ര ദിവസം എടുത്ത്? അറൗണ്ട്ലി 1 മന്താണ് എടുത്തിരിക്കുന്നത്. ഇനി ഫിസിക്കൽ എപ്പോഴാണ് സ്റ്റാർട്ടായിരിക്കുന്നത്? ഫിസിക്കൽ സ്റ്റാർട്ടായിരിക്കുന്ന കുട്ടികളെ ജൂൺ 2nd വീക്കാണ്. അതായത് ജൂൺ 9 മുതലാണ് സ്റ്റാർട്ടായത്. ഓവറോൾ ഇന്ത്യയിൽ നമ്മുടെ ഇവിടെയും അതേ രീതിയിൽ തന്നെയാണ് സ്റ്റാർട്ടായത്. കാലിക്കറ്റ് എയറോയിലാണ് ആദ്യമായിട്ട് ഫിസിക്കൽ ടെസ്റ്റ് നടന്നത്. ഈ തവണ കാലിക്കറ്റ് എയറോയുടെ ഫിസിക്കൽ ആയിരിക്കുമോ ആദ്യം, TVM എയറോയുടെ ഫിസിക്കൽ ആയിരിക്കുമോ ആദ്യം എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നെക്സ്റ്റ് വീക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു 3 to 5 ഡേയ്സിനുള്ളിൽ അതിൻ്റെ ക്ലിയർ ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ കുട്ടികളെ, ഇവിടെ നിങ്ങളുടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാനായിട്ട് എത്ര ദിവസം എടുത്ത്? അറൗണ്ട്ലി 40 to 45 ഡേയ്സ് എടുത്തിട്ടുണ്ട്. അറൗണ്ട്ലി എത്രയാണ്? അറൗണ്ട്ലി 40 to 45 ഡേയ്സ് എടുത്തിട്ടുണ്ട് റിട്ടേൺ മുതൽ നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് 2024 നോക്കാം കുട്ടികളെ. 2024 എന്നാണ് എക്സാം നടന്നത്? 2024 ഏപ്രിൽ 22 അപ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് കുട്ടികളെ എന്തായാലും മെയ് 25 അല്ലെങ്കിൽ 31 ഏപ്രിൽ 22 മുതൽ മെയ് 3 വരെയാണ് 2024 എക്സാം ഷെഡ്യൂൾ. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത് 25 അല്ലെങ്കിൽ 31 മെയ്ക്കിടയിലായിരിക്കും നിങ്ങളുടെ എക്സാമിൻ്റെ റിസൾട്ട് വരാൻ പോകുന്നത്. നിങ്ങളുടെ ഫിസിക്കൽ നടക്കാൻ പോകുന്നത് കുട്ടികളെ ജൂൺ 2nd വീക്കോടായിരിക്കും. അതായത് എന്തായാലും ഒരു ജൂൺ 14 അല്ലെങ്കിൽ ഒരു 15 എന്തായാലും നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റും സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അങ്ങോട്ട് ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. അഡാപ്റ്റബിലിറ്റി ടെസ്റ്റിനെ കുറിച്ചിട്ടും അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോസ് എല്ലാം ഈ ചാനൽ വരുന്നുണ്ട്. ചാനൽ നിങ്ങൾ മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ കുട്ടികളെ, നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ 1060 മീറ്റർ റണ്ണിംഗ് എക്സലൻറ്റിൽ നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് അത്ലറ്റിക് ട്രെയിനിങ്ങും അതുപോലെ തന്നെ വെയ്റ്റ് ട്രെയിനിങ്ങും പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും ലഭിക്കുന്നതായിരിക്കും. ഇതോടൊപ്പം തന്നെ നിങ്ങളുടെ മെഡിക്കൽ കൂടി ഇവിടെ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ആളുടെ ബാച്ചുകൾ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ, നിങ്ങളും ടൈം ഒട്ടും ലേറ്റ് ആക്കരുത്. പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വേറെ വീഡിയോ നെക്സ്റ്റ് വീക്കിൽ കാണാം. താങ്ക്സ് ടു ഓൾ. ജയ് ഹിന്ദ്.